മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അരിയാണോ? വസ്ത്രമാണോ? ജോലിയാണോ? പണമാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വലുതായിട്ട് പലരും കാണുന്നത്. എന്നാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാപമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് കാരണം. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ റോമാലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. അതിന്റെ 3:23 ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇന്ന് ലോകത്തിലുള്ള ഇപ്പൊ നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ കാര്യത്തിലും വ്യത്യസ്തരാണ്. നിറത്തിൽ വ്യത്യാസമുണ്ട്, ആകൃതിയിൽ വ്യത്യാസമുണ്ട്, രൂപത്തിൽ വ്യത്യാസമുണ്ട്, ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്. ലോകത്തിൽ 800 കോടിയിലധികം ആളുകളുണ്ട്. ഈ ആളുകളെല്ലാം അന്യോന്യം വ്യത്യസ്തരാണ്. നമ്മുടെ ഈ കൈവിരലുകളുടെ രേഖകൾ പോലും വ്യത്യാസമാണ്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ വലിയ വ്യത്യസ്തത നിലനിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരൊറ്റ കാര്യത്തിൽ ഈ ലോകത്തിലുള്ള മനുഷ്യർ മുഴുവനും വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു. അതെന്താണ്? എല്ലാ മനുഷ്യരും, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപം ചെയ്തു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപം ചെയ്തു. വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും എല്ലാവരും പാപം ചെയ്തിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അരിയും വസ്ത്രവും ഈ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങളൊന്നുമല്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് അവൻ അക്രമം കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നു. കേരളത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ സ്വന്തം നാട്. പക്ഷേ ഇന്ന് നമ്മൾ ടിവിയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് എന്താണ്? കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കുന്നു. എവിടെയും പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം വേറൊന്നുമല്ല, മനുഷ്യന്റെ പാപം. റോമാലേഖനത്തിൽ തന്നെ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണം. നമ്മുടെ വീട്ടിലെ മുറ്റമൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടി ഒരു ജോലിക്കാരനെ നമ്മൾ വിളിച്ചു. രാവിലെ അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് പണികളൊക്കെ കാണിച്ചു കൊടുത്തു. ഇന്നിന്റെ പണികളൊക്കെ ചെയ്യണം. അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പണിയുകയാണ്. 5 മണി കഴിഞ്ഞു, കയ്യും കാലും കഴുകി. അദ്ദേഹത്തോട് നമ്മൾ പറയുകയാണ്, കൊള്ളാം, താങ്കളുടെ പണിയെല്ലാം വളരെ കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഞാൻ പറഞ്ഞതിനേക്കാളും വളരെ ഭംഗിയായിട്ട് താങ്കൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നു. ബലേബേഷ്, സബാഷ്, കൊള്ളാം. പോയാട്ടെ. അയാൾ പോകോ? അയാൾ പോകില്ല. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അദ്ദേഹം അധ്വാനിച്ചതിന്റെ കൂലി വാങ്ങിച്ചിട്ട്
അദ്ദേഹം പോവുകയുള്ളൂ. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട മനുഷ്യന്റെ അവന്റെ ശമ്പളം എന്താണെന്ന് അറിയാമോ? മരണമാണ്. ബൈബിൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ലോകത്തിലെ കോടതികൾ ഒരു കുറ്റവാളിക്ക് ഏറ്റവും കൊടുക്കുന്ന ശിക്ഷ എന്താണ്? മരണം തൂക്കിക്കൊല്ലുക. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ ആ വാക്യം വായിച്ചു. ദൂതൻ ആട്ടിടയന്മാരോട് യേശുക്രിസ്തു ജനിച്ച സമയത്ത് അവരുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാരെ, ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാതുകളിൽ കർത്താവ് ഇന്ന് രാത്രികാലം സംസാരിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ മരണഭയമാണ്. എബ്രായ ലേഖനം 2:14-15 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മക്കൾ മനുഷ്യർ ജഡരക്തത്തോടു കൂടിയവരാകൊണ്ട് യേശുവും ജഡരക്തത്തോടു കൂടിയവനായി ഈ ഭൂമിയിലേക്ക് വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കിടന്ന ലോക മാനവ ജാതിയെ യേശു കർത്താവ് തന്റെ മരണം കൊണ്ട് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ സകല ഭയത്തിനും കർത്താവിന്റെ ശബ്ദം നാം കാതുകളിൽ കേട്ടാൽ മതി. നീ ഭയപ്പെടേണ്ട. രോഗത്തിന് നീ ഭയപ്പെടേണ്ട. പിശാചിന് നീ ഭയപ്പെടേണ്ട. പാപത്തിന്റെ ശക്തിയെ നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ടത് ക്രിസ്തുവിനെ ആയിരിക്കണം, ക്രിസ്തുവിന്റെ വചനങ്ങളെ ആയിരിക്കണം. എങ്കിൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും രോഗത്തിന്റെ കഠിനതയിലൂടെ കടന്നുപോയൊരു മനുഷ്യനായിരുന്നു. ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപ് ക്യാൻസർ രോഗം എനിക്ക് പിടിപെട്ടു. ഈ ശബ്ദപരിധിക്കുള്ളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ക്യാൻസർ രോഗത്തിന്റെ ഭീകരതയിൽ പിടിപെട്ടു. ഓപ്പറേഷനിലൂടെ കടന്നുപോയി, കീമോതെറാപ്പിയിലൂടെ കടന്നുപോയി, റേഡിയേഷൻ തെറാപ്പിയിലൂടെ കടന്നുപോയി. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കീമോതെറാപ്പി എടുത്ത് എന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ മുഴുവൻ ശക്തിയും നഷ്ടപ്പെട്ടു. ഞാൻ ഛർദ്ദിച്ച് അവശനായി മാറി. ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് എടുത്തു വെക്കുവാൻ കഴിയാത്ത നിലയിലായി. എനിക്ക് മുന്നമേ പ്രസംഗിച്ച പ്രിയപ്പെട്ട സിവിൻ പാസ്റ്ററും തന്റെ സഭയും ആ സമയത്ത് എന്നെ കാണാൻ വന്നു. ഒരു സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടും പോയി. എന്നെ അറിയാവുന്നവരെല്ലാവരും പറഞ്ഞു, ഈ സാജുമോൻ എന്ന ആള് ഇനി അധികം കാലമില്ല, പോക്കാണ്. എന്റെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ, എന്റെ അമ്മയുടെ ചില ആങ്ങളമാര്, അവര് പറഞ്ഞു, സാജുമോൻ അവൻ പോക്കാണ്, അവൻ രക്ഷപ്പെടില്ല. ക്യാൻസർ അല്ലേ വന്നിരിക്കുന്നത്, മാരകമായ രോഗം. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ഞാൻ പോക്കാണെന്ന് പറഞ്ഞ എന്റെ അമ്മയുടെ ആങ്ങള ഇന്ന് മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടും കർത്താവിന്റെ കൃപയാൽ ഞാൻ ജീവനോടിരിക്കുന്നു. അതെന്റെ കഴിവല്ല, അത് കർത്താവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. കീമോതെറാപ്പി എടുത്ത് സകല ശക്തിയും നഷ്ടപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട് ഞാൻ കർത്താവിനോട് ഹൃദയപൂർവ്വം ഇങ്ങനെ നിലവിളിച്ചു, യേശുവേ എന്നെയും കൊണ്ടുപോയിക്കോ. എനിക്ക് ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, ഫേസ്ബുക്കും വേണ്ട, എനിക്ക് മൊബൈലും വേണ്ട, വാട്സാപ്പും വേണ്ട, പണം വേണ്ട, സ്വത്ത് വേണ്ട, ഈ ഭൂമിയിൽ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് യേശു മാത്രം മതി, യേശു മാത്രം മതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കൊണ്ട് പോയിക്കോ എന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പരപര വെളുപ്പാൻ കാലത്ത് എന്റെ കട്ടില് ആരോ വന്ന് ഇളക്കുവാൻ തക്കവണ്ണമിടയായി. ഞാൻ വിചാരിച്ചു ഒരു ഭൂകമ്പമായിരിക്കുമെന്ന്. എന്നാൽ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, ആ മുറിയിൽ ദൈവശക്തി വ്യാപരിച്ചു, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചു, യേശുവിന്റെ ശക്തി വ്യാപരിച്ചു, വചനത്തിന്റെ ശക്തി വ്യാപരിച്ചു, വീര്യപ്രവൃത്തിയുടെ ശക്തി വ്യാപരിച്ചു, രോഗശാന്തിയുടെ ശക്തി വ്യാപരിച്ചു. യേശു എന്നെ സൗഖ്യമാക്കി. ഞാൻ ആ കട്ടിൽ നിന്നും ചാടി എഴുന്നേൽക്കുവാനിടയായി. സൗഖ്യത്തോടെ ഇന്നും ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഈ പ്രസംഗം കേൾക്കുന്ന, ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൈവവചനം കേൾക്കുന്ന, സുവിശേഷം കേൾക്കുന്ന ഈ പ്രദേശത്തുള്ളവരോട് ഞാൻ പറയട്ടെ, ധൈര്യത്തോടെയട്ടെ. ക്യാൻസറോ എത്ര മാരകമായ രോഗമായാലും ഭയപ്പെടേണ്ട. നീ കർത്താവിനെ മുറുകെ പിടിക്കുമെങ്കിൽ, കർത്താവിന്റെ ശബ്ദത്തിന് മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുമെങ്കിൽ, ഇന്ന് രാത്രികാലം കർത്താവിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് വ്യാപരിച്ച് നിന്നെ വിടുവിച്ച് പുത്തൻ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ക്രിസ്തു മതിയായവനാണ്. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മളും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട. രോഗത്തെ ഭയപ്പെടേണ്ട, ഇരുളിനെ ഭയപ്പെടേണ്ട, ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. ഇവിടെ പറയുന്നു, ഭയപ്പെടേണ്ട. സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു സന്തോഷം, മഹാസന്തോഷം. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് ചിലർക്ക് മാത്രമുള്ളൊരു സന്തോഷമല്ല, സർവജനത്തിനും. ഈ ഭൂമിയിൽ ഏതെല്ലാം മതങ്ങളിലും ഏതെല്ലാം ജാതിയിലും വംശത്തിലും ആരൊക്കെ ജീവിക്കുന്നുണ്ടോ എല്ലാവർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്തുവിന്റെ ജനനം. ക്രിസ്തുവിന്റെ ജനനം ഡിസംബർ 25-ന് ഈ മാസം നമ്മൾ കൊണ്ടാടുവാൻ പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള സന്തോഷമല്ല. ഞാനും ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരാളാണ്. എല്ലാ സഭകളെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. എന്നാൽ ഈ ക്രിസ്മസ് വരുമ്പോൾ കുടിച്ച് മത്തനായി അടിപിടി കൂടിയ ചരിത്രം എന്റെ ജീവിതത്തിലുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം ഒരു കാര്യമുണ്ട്. എവിടെയെങ്കിലും ഒരു ജനനം നടന്നാലും മരണം നടന്നാലും കല്യാണം വന്നാലും കുടിയോടുകൂടി സന്തോഷിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജനനം, ലോകരക്ഷകനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചത് കുടിച്ച് സന്തോഷിക്കുകയാണ്, മദ്യപിച്ച് സന്തോഷിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മദ്യം ചെലവഴിക്കപ്പെടുന്നത്, വിറ്റഴിക്കപ്പെടുന്നത് ക്രിസ്മസ് ദിവസങ്ങളാണ്. എത്ര സങ്കടകരമായൊരു വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് എല്ലാവർക്കും ഉള്ളൊരു സന്തോഷമല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ചില മാസങ്ങൾക്ക് മുമ്പ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ചാണ്ടി ഉമ്മൻ മത്സരിച്ചു. LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയ്ക്ക് അവിടെ മത്സരിച്ചു. BJP-യുടെ സ്ഥാനാർത്ഥിയും മത്സരിച്ചു. സ്വതന്ത്രന്മാരും മത്സരിച്ചു. എല്ലാവരും എന്തിനാ മത്സരിച്ചത്? എല്ലാവരും ജയിക്കാൻ വേണ്ടിയാ മത്സരിച്ചത്. 10 വോട്ട് മാത്രമുള്ള പാർട്ടികളും മത്സരിച്ചത് എന്തിനാണ്? ജയിക്കാൻ വേണ്ടിയാണ്. പുതുപ്പള്ളിയുടെ MLA ആകാൻ വേണ്ടിയാണ് ജയിച്ചത്. വാശിയോടുകൂടെ ഒരു മാസക്കാലം പ്രചരണം നടത്തി. പക്ഷെ പെട്ടി പൊട്ടിച്ചപ്പോൾ, വോട്ട് എണ്ണിയപ്പോൾ ജയിച്ചത് ആരാണ്? UDF-ന്റെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ ജയിച്ചു. ചാണ്ടി ഉമ്മൻ ജയിച്ചപ്പോൾ മറ്റു പാർട്ടിക്കാർക്കും സ്ഥാനാർത്ഥികൾക്കും മറ്റു പാർട്ടിയിലുള്ള ആൾക്കാർക്കും അത് സന്തോഷം പകർന്നില്ല, അതവർക്ക് ദുഃഖമായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മനും UDF-നും അത് സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം, യോഗത്തിലെ ഓരോ വിശേഷങ്ങളും ചിലർക്ക് മാത്രം സന്തോഷം പകരുന്നതാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനന, നമ്മുടെ കർത്താവിന്റെ ജനന, പാപികൾക്ക് വേണ്ടി യേശു ഈ ഭൂമിയിലേക്ക് വന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷമാണ്.
എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പകരുവാനുള്ള സന്തോഷമാണ് ക്രിസ്തുവിന്റെ ജനനം. ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിൽ ക്രിസ്തു ജനിച്ചു. യേശു ജനിച്ചപ്പോൾ ശീലകൾ ചുറ്റിപ്പൊതിഞ്ഞ് കാലിത്തൊഴുത്തിൽ കിടത്തിയെന്നാണ് ബൈബിൾ പറയുന്നത്. കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന് നമ്മൾ പാട്ട് പാടുന്നുണ്ട്. അന്ന് ഒരു പുൽത്തൊഴുത്തിൽ യേശു ജനിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കണം. നമ്മുടെ പുൽത്തൊഴുത്തിൽ മാത്രമല്ല, ആണ്ടിൽ ഒരിക്കൽ മാത്രമല്ല യേശു ജനിക്കേണ്ടത്. യേശു എല്ലാ ദിവസവും നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ സുവിശേഷത്തിലൂടെ നമ്മളെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാപമാണ്. ഈ പാപം മനുഷ്യന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു കൊണ്ടാണ് മനുഷ്യൻ മദ്യപിക്കുന്നത്. ഇന്ന് മദ്യപാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാര്യയും മക്കളും പറഞ്ഞാലും മദ്യപാനം, കൂട്ടുകാർ ചേർന്ന് കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് കൂടിയാണ്. അവരെന്താ പറയുന്നത്? അളിയ, വൈകുന്നേരം നമുക്ക് ഒന്ന് കൂടാടാ, നീ 100 ഇട്, ഞാൻ 200 ഇടും. അടിയോടടിയാണ്. വീട്ടിൽ ഭാര്യയും മക്കളും മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ്. മകനിരുന്ന് കുട്ടി. ആരോരുമില്ലാത്ത, ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുന്നത്. എന്നിട്ട് കുടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചോറും പാത്രം എടുത്തെറിയും, ഭാര്യ പിടിച്ചടിക്കും, മക്കളെ പിടിച്ചെറിയും, എല്ലാം നശിപ്പിക്കും. ആര് പറഞ്ഞാലും കേൾക്കില്ല. ഭാര്യ കരഞ്ഞ് കാല് പിടിച്ചു പറയാം, എന്റെ ചേട്ടാ ഇനി കുടിക്കരുത്. തലേ കൈവച്ച് സത്യം ചെയ്തൊക്കെ പോകും, ഇനി ഒരിക്കലും കുടിക്കില്ല. പക്ഷെ വൈകുന്നേരം വീണ്ടും കുടിക്കും. മദ്യം പരിഹാസിയും വീഞ്ഞ് കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ഒരുത്തനും ജ്ഞാനിയാകില്ല. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കില്ല. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ കുടിച്ചു കുടിച്ച് അവസാനം എന്ത് സംഭവിക്കുന്നറിയാമോ? പതുക്കെ ഇയാളുടെ കൈ അങ്ങ് വിറക്കാൻ തുടങ്ങും. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കുവാൻ കഴിയാത്ത നിലയിൽ കൈ വിറക്കാൻ തുടങ്ങും. അപ്പോൾ ഓർത്തുകൊള്ളുക, പോയി, നിന്റെ കരള് പോയി, ഇനി അധികം കാലമില്ല, കരളി ക്യാൻസറായി. സ്വത്ത് വിറ്റും വീട് വിറ്റ് എത്ര ചികിത്സ കാര്യ പോക്കാണ്. മാനസാന്തരപ്പെടുക, മദ്യപാനത്തോട് വിട പറയുക, ക്രിസ്തുവിലേക്ക് അടുത്തു വരുവാൻ ഇന്ന് രാത്രികാലം ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ചില ആളുകൾ ഭയങ്കര പുകവലിക്കാരാണ്. ഞാൻ നെടുമ്പാശ്ശേരിയിലുള്ള ആളാണ്. മുൻപ് പറഞ്ഞ ദൈവദാസൻ പറഞ്ഞ കാര്യം സത്യമായ കാര്യമാണ്. നിങ്ങൾ എല്ലാ വൈകുന്നേരവും നെടുമ്പാശ്ശേരിയിലുള്ള സിഗ്നൽ ജംഗ്ഷനിലേക്ക് വന്നാൽ ജനസഹസ്രമാണ് അവിടെ. എല്ലാവരും ബീഡി വലിക്കുന്നു. ഞാനിങ്ങനെ എല്ലാ ദിവസവും അവിടെ പോകുന്ന ആൾ. നോക്കുമ്പോ നല്ല സുന്ദരികളായ പെൺകുട്ടികളും ഭയങ്കര വലിയ, ഭയങ്കര അഭിമാനത്തോടെ വലിക്കുകയാണ്. ഇന്ന് പലരും പല രീതിയിൽ പുകവലിച്ച് മുന്നോട്ട് പോകുന്നു. എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ് ഇവിടെ പരിപാടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മൂക്ക് പുകവലിച്ചു വിടുവാനുള്ള ഒരവയവമായിട്ടാണ് ദൈവം നിർമ്മിച്ചതെങ്കിൽ ഇത് എവിടെ നിർമ്മിക്കണമെന്ന് അറിയാമോ? തലക്ക് മുകളിൽ നിർമ്മിക്കണമായിരുന്നു. ശരിയല്ലേ? നമ്മുടെ വീടിന്റെ പുകക്കുഴൽ എങ്ങോട്ടാ? അടുക്കള ചെന്ന് നോക്കിക്കോ, എല്ലാ വീട്ടിൽ ചെന്ന് നോക്കോ, താഴോട്ടൊന്നല്ല, സൈഡിലേക്കല്ല, എല്ലാം മേളിലേക്കാണ്. ഫാക്ടറികളുണ്ട്, അവിടെ എല്ലാം ആ പുകക്കുഴൽ എങ്ങോട്ടാണ്? മേളിലേക്കാണ്. അപ്പോൾ ഈ മൂക്ക് പുകവലിച്ചു വിടുവാനുള്ള അവയവമല്ല, ഇത് പ്രാണവായു വലിക്കാനും വിടാനുള്ളതാണ്. അതാണ് സത്യം. പക്ഷേ അതൊക്കെ അവിടെ കിടക്കും, ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യില്ല. ഞങ്ങൾക്ക് വലിക്കണം, ഞങ്ങൾ എല്ലാ തരം സാധനവും വലിക്കും. ഞാനും ഭയങ്കരമായിട്ട് വലിച്ചിട്ടുള്ളതാണ്. സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ശരിക്കും കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, അടിപിടി കൂടിയിട്ടുണ്ട്. ഇങ്ങനെ പറക്കണ പോലെ തോന്നും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുറച്ച് കഴിയുമ്പോ പറക്കലങ്ങ് നിൽക്കും.
ആര് പറഞ്ഞാലും കേൾക്കില്ല. നല്ല വലിയാണ്. അങ്ങനെ വലിച്ചു 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 കുറച്ചു കഴിയുമ്പോ എന്ത് തപകരമോ പതിക്കൊരു ചുമ തുടങ്ങും. ചുമ ഡോക്ടർ അരികെ പോയി, ആന്റിബയോട്ടിക് ഒക്കെ കിട്ടി, എല്ലാം കഴിച്ചു. പക്ഷെ ചുമ മാറുന്നില്ല, വീണ്ടും ചുമ. അപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു വലിയ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തപ്പോ എന്താ സംഭവം? ശ്വാസകോശം സ്പോഞ്ച് പോലെ മൊത്തം ക്യാൻസർ ബാധിച്ചു. കരപിടിച്ച് വലിച്ച് ശ്വാസകോശം പോയി, തീർന്ന്, ജീവിതം തീർന്ന്. ആ ഭാര്യയുടെ മക്കളുടെയും വീട്ടിലുള്ളവരുടെ സ്ഥിതി ഒന്ന് ഓർത്തു നോക്കിയേ, എത്ര സങ്കടകരമാണ്. പറഞ്ഞ കേക്കോ? ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ കടകളിലെല്ലാം ഈ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഫോട്ടോയും ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് തന്നിട്ടുണ്ട്, ടുബാക്കോ കോസസ് ക്യാൻസർ. ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നുവെന്ന് അവിടെ ഒരു പരസ്യം വെച്ചിട്ട് വിൽക്കാൻ സമ്മതിക്കാൻ. എന്തൊരു വിരോധാഭാസമാണെന്ന് ഓർത്തേ, എത്ര സങ്കടകരമാണ്. കയ്യിലൊക്കെ നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, കയ്യിലെ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയ വാങ്ങുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് തമ്പാക്ക് വെക്കുക. നമ്മുടെ ഈ നാട്ടിലൊന്നും അധികം കാണുന്നില്ല, രഹസ്യമായി. അതുകൊണ്ട് അതൊന്ന് കവറൊക്കെ ഒന്ന് പൊട്ടിച്ച് അതൊന്ന് നമ്മുടെ കൈ തണ്ണിലിട്ട് നന്നായിട്ടൊന്ന് കശക്കിയിട്ട് ഈ ചുണ്ടിന്റെ ഇടയിലേക്ക് അങ്ങ് കയറ്റി വെക്കും. ഒരു തരിപ്പാണ്. എന്താ കാരണമോ? ഈ തമ്പാക്കിന്റെ ഉള്ളിൽ കുപ്പിച്ചുല്ല് പൊടിച്ചു ചേർത്തിട്ടുണ്ട്. അത് തൊലിയുമായി ചേർന്ന് സുഷിരങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് രക്തത്തിലേക്ക് ആ ലഹരി ഇറങ്ങുകയാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചു, 2 പ്രാവശ്യം ഉപയോഗിച്ചു, 3 പ്രാവശ്യം ഉപയോഗിച്ച പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ കുറെ കാലം ഉപയോഗിക്കും, ആര് പറഞ്ഞാലും കേൾക്കില്ല. ഒരു ദിവസം പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് എടുത്ത് പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോ ബ്രഷ് അങ്ങ് താഴോട്ട് പോയി. എന്നറിയാമോ? ആ ചുണ്ടിന്റെ അടിയിൽ ഒരു ദ്വാരമായി പോയി. ചായ കുടിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, വാ പൊളിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ആശുപത്രി ചെന്നു ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഡോക്ടർ കണ്ടെത്തുകയാണ് ക്യാൻസറായി പോയി. എന്തുകൊണ്ട് മനുഷ്യൻ മദ്യപിക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ പുകവലിയിലേക്ക് പോകുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ തമ്പാക്കെടുക്കുന്നു? മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമല്ല പ്രശ്നം. ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോൺ ഉണ്ട്. ജനിച്ചു വരുന്ന കൊച്ചും മൊബൈലും പിടിച്ചുകൊണ്ടാ വന്നത്. കൊച്ചുങ്ങൾക്ക് അറിയുമ്പോ കരച്ചിൽ മാറ്റാൻ വേണ്ടി അമ്മയും അപ്പനും കൂടെ ഒരു മൊബൈലൊക്കെ എടുത്തു കൊടുക്കും. അതോടെ കരച്ചിൽ മാറി. എന്തെങ്കിലും കഴിപ്പിക്കുന്ന എങ്ങനെയാണ്? ഈ മൊബൈൽ കാണിച്ചാണ് കഴിക്കും. അങ്ങനെ മൊബൈൽ ഫോണിന്റെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ ലോകം പോയി. പക്ഷെ ഇത് ഉണ്ടാക്കിയവരൊന്നും അവിടെ മക്കൾക്ക് കൊടുത്തില്ല. ഫേസ്ബുക്കിന്റെ ഉപജ്ഞാതാവ് അവരുടെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ല, നമുക്ക് അക്കൗണ്ട് ഉണ്ട്. അയാൾക്കറിയായിരുന്നു ഇത് ഉപയോഗിച്ച് ഇവൻ വേണ്ടാത്ത വഴിയിലേക്ക് പോകുമെന്ന് നന്നായിട്ട് അതിനറിയാമായിരുന്നു. നമുക്കിതല്ല അറിയാമെങ്കിലും നമുക്കിതൊക്കെ ഒരു രസമല്ലേ? പ്രിയപ്പെട്ടവരെ, ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാം ഈ ചെറിയ സ്ക്രീനിൽ കാണാം. ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ഈ പാപത്തിന്റെ ആ സ്വാധീനത്തിൽ നിന്നും ശക്തിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം മാത്രമാണ്. യേശു എങ്ങനെയാണ് നമ്മെ രക്ഷിച്ചത്? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുൻപ് എന്റെയും നിങ്ങളുടെയും സകല പാപങ്ങളും തന്റെ ശരീരത്തിൽ, യേശുവിന്റെ ശരീരത്തിൽ യേശു ഏറ്റെടുത്തു. യേശു നമുക്ക് പകരം കുരിശിൽ മരിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ കാൽവരി കുരിശിൽ യേശു മരിച്ചു. ആ യേശു മരിച്ച് കുരിശിൽ നമ്മളായിരുന്നു മരിക്കേണ്ടത്, നമ്മളെയാണ് ക്രൂശിക്കേണ്ടത്, നമ്മളെയായിരുന്നു അടിക്കേണ്ടത്.
പക്ഷെ യേശു നമുക്ക് പകരം കുരിശിൽ മരിച്ചു. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെ സ്നേഹിച്ചു, ലോകത്തുള്ള സകല മനുഷ്യരെ സ്നേഹിച്ചു. അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ അവൻ ഒരു പാപമായി മാറി. ആ കർത്താവ് കുരിശിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു. അന്നത്തെ പൈശാചിക സംഘവും യഹൂദ മതവും റോമൻ സാമ്രാജ്യവും യേശു ഉയർക്കാതിരിക്കുവാൻ വേണ്ടി എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചെങ്കിലും യേശു പറഞ്ഞതുപോലെ മൂന്നാം നാൾ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, പാതാളത്തെ തോൽപ്പിച്ചുകൊണ്ട്, കല്ലറയെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഇന്നും ജീവിക്കുന്നു. സ്വർഗത്തിലേക്ക് പോയി. ഇനി അവിടെ നിന്നും യേശു തിരിച്ചു വരുവാൻ പോകുകയാണ്. യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്? ഇവിടെ ആര് ഭരിച്ചാലും ഇവിടെ ഒന്നും ശരിയാകാൻ പോകുന്നില്ല. സ്വത്രം. എല്ലാവരും അന്യോന്യം കുറ്റം പറയാൻ. ഒരു പാർട്ടി മറ്റൊരു പാർട്ടി കുറ്റം പറയും. കുറ്റം പറച്ചിലാണ്. ഞങ്ങൾ ഭരിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാം. അപ്പോൾ അപ്പുറം ഉള്ളവർ പറയും ഞങ്ങൾ ഭരിച്ചതിനു മുമ്പ് കാണിച്ചു തരാം. ആര് ഭരിച്ചാലും കുറച്ചൊക്കെ കാര്യങ്ങളാ ശരിയാവുകയുള്ളൂ. കാര്യങ്ങൾ മുഴുവനായി ശരിയാകണമെങ്കിൽ യേശു ഭരിക്കണം, യേശു വരണം. പ്രിയപ്പെട്ടവരെ, യേശു തിരിച്ചു വരുവാൻ പോകുകയാണ്. മഹാ പ്രത്യക്ഷതയോടുകൂടെ ഈ ഭൂമിയിലേക്ക് യേശു വരുന്നു. തന്റെ രാജ്യം സ്ഥാപിക്കും, ദൈവരാജ്യം സ്ഥാപിക്കും. യേശു രാജാവായി വാഴും. നമ്മൾ അവനോടൊപ്പം അധികാരം പങ്കിടും. പ്രിയപ്പെട്ടവരെ, ഈ യേശുവിൽ നിന്നും ആ രക്ഷ, പാപത്തിൽ നിന്നുള്ള ആ പരിപൂർണമായ രക്ഷ കൈവരിക്കുവാൻ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16:31 ജയിലറായ ഒരു മനുഷ്യനോട് സുവിശേഷകനായ പൗലോസ് ഒരു വാക്ക് ഇപ്രകാരം പറഞ്ഞു. അയാൾ സ്വയം തന്റെ വാളുകൊണ്ട് കുത്തിച്ചാകുവാൻ തയ്യാറായപ്പോൾ യേശു അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പൗലോസ് അതിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ അത് ചെയ്യരുത്, ഒരു ദോഷവും ചെയ്യരുത്. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കണം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.